ചടുലമായ ഗാന്ധിയൻ വികസന പ്രയോഗത്തിൻ്റെ മൂർത്ത ഉദാഹരണമായിരുന്നു ലാറി ബേക്കർ. ലാറി ബേക്കർ വിട പറഞ്ഞിട്ട് 16 വർഷമാവുകയാണ്. കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺക്രീറ്റ് കാർഡുകളുടെ വളർച്ച മുരടിപ്പിച്ചത് ലാറി ബേക്കറുടെ എഴുത്തും പ്രായോഗിക പ്രവർത്തനങ്ങളുമായിരുന്നു. ഡാഡി എന്ന് എല്ലാവരും സ്നേഹത്തോടെ വിളിച്ചിരുന്ന ലാറി ബേക്കർ ആധുനിക ഇന്ത്യയുടെ പെരുന്തച്ഛനായിരുന്നു. മണ്ണിനോടും മനുഷ്യരോടും ബന്ധമുള്ള വാസസ്ഥലങ്ങളും വാസ്തുശില്പാലയങ്ങളും അദ്ദേഹം പണിതൊരുക്കി. ആധുനിക ഇന്ത്യയിലെ മയൻ എന്ന് അദ്ദേഹത്തെ വിളിക്കാം. ചെലവ് കുറഞ്ഞ വീടുകളെന്ന ചിന്താഗതി അദ്ദേഹം സാർവത്രികമാക്കി. ബേക്കർ മോഡൽ എന്ന പേരിൽ അദ്ദേഹത്തിന്റെ വാസ്തു തത്വശാസ്ത്രങ്ങളും ഗൃഹനിർമ്മാണ മാതൃകകളും പ്രചുരപ്രചാരം നേടി. കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺക്രീറ്റ് കാർഡുകളുടെ വളർച്ച മുരടിപ്പിച്ചത് ലാറി ബേക്കറുടെ എഴുത്തും പ്രായോഗിക പ്രവർത്തനങ്ങളുമായിരുന്നു. വീടുകൾ, കെട്ടിട സമുച്ചയങ്ങൾ, ദേവാലയങ്ങൾ, ആശുപത്രികൾ, ബഹുനില മന്ദിരങ്ങൾ എല്ലാം അദ്ദേഹം പ്രകൃതിക്കിണങ്ങുന്ന മട്ടിൽ പണിതൊരുക്കി. ഭാരതീയ വാസ്തുവിദ്യയുടെ മികവുകൾ അദ്ദേഹത്തിന്റെ രൂപകൽപ്പനകളിൽ ഉൾച്ചേർന്നിരുന്നു. ഇന്ന് കോൺക്രീറ്റ് മേൽക്കൂരകളിൽ ഓടുവിരിച്ച് ചൂട് കുറയ്ക്കുവാനും മോടികൂട്ടാനും കേരളീയ വാസ്തുശില്പ മാതൃകകളിലേക്ക് മടങ്ങിപ്പോകാനും മലയാളികൾ ശീലിച്ചത് ബേക്കറുടെ കാൽപ്പാടുകൾ പിന്തുടർന്നായിരുന്നു. അതതു പ്രദേശങ്ങളിൽ ലഭ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് വീടുണ്ടാക്കുകയായിരുന്നു ലാറി ബേക്കറുടെ രീതി. ലക്നൌവിലെ സാക്ഷര ഗ്രാമം, വെല്ലൂർ CMC ചാപ്പൽ, മദ്രാസിലെ അണ്ണാ യൂണിവേഴ്സിറ്റി കെട്ടിടം, സൂറത്തിലെ സാമൂഹിക പഠന കേന്ദ്രം, കേരളത്തിൽ തിരുവനന്തപുരം ഇന്ത്യൻ കോഫി ഹൗസ്, തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് ഹൗസ്, പൂന്തറയിലെ മത്സ്യഗ്രാമം, ആക്കുളത്തെ ചിത്രലേഖ ഫിലിം സ്റ്റുഡിയോ തുടങ്ങി നിരവധി നിർമ്മിതികളുടെ ശില്പി ബേക്കറായിരുന്നു. മലയോര മേഖലകളിലും പിന്നാക്ക മേഖലയായ അട്ടപ്പാടിയിലും നിരവധി വീടുകളും അടിസ്ഥാന സൗകര്യങ്ങളും അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടു. അവസാന കാലത്ത് ശാരീരിക അവശതകൾ അവഗണിച്ചുപോലും നിർമ്മാണങ്ങളുടെ മേൽനോട്ടം നിർവഹിക്കാൻ അദ്ദേഹം എത്തിയിരുന്നു. വികസ്വര രാജ്യങ്ങളിലെ നിർമ്മാണ സേവനങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. 1990-ൽ രാജ്യം പത്മശ്രീ നൽകി ലാറി ബേക്കറെ ആദരിച്ചു. റിസർച്ച് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.